അനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് AC റോഡ്. കുട്ടനാടിലൂടെ പ്രധാനമായും കടന്നുപോകുന്ന ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ നീളമുള്ള റോഡാണിത്. കേരള സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള AC റോഡിന് ആകെ 24.2 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. സംസ്ഥാന പാത 11 എന്നും അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ കളർകോട് നിന്നും ആരംഭിച്ച് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരത്തിലെ പെരുന്ന മന്നം സ്ക്വയറിൽ അവസാനിക്കുന്നതാണ് ഈ പാത. കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. എന്നാൽ എല്ലാ വർഷവും കാലവർഷ സമയത്ത് AC റോഡിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും 15 മുതൽ 20 ദിവസം വരെ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റോഡ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ റോഡിൻ്റെ കളർകോട് മുതൽ മങ്കൊമ്പ് ബ്ലോക്ക് വരെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. റോഡിൻ്റെ പണികളെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ റോഡിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 1955 തിരുക്കൊച്ചി രാജപ്രമുഖൻ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മിക്കുന്നത്. പട്ടം താണുപിള്ളയായിരുന്നു തിരുക്കൊച്ചി മുഖ്യമന്ത്രി. അന്നത്തെ പ്രധാന തുറമുഖ പട്ടണമായ ആലപ്പുഴയെയും മധ്യ കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചങ്ങനാശ്ശേരിയെയും കരമാർഗം കുട്ടനാട്ടിലൂടെ ബന്ധിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന പുരോഗതികൾ പഠനവിധേയമാക്കുകയുണ്ടായി. പുതിയ റോഡ് സംരംഭത്തെ അന്നത്തെ കുട്ടനാട്ടിലെ സർവ്വജനങ്ങളും പിന്തുണച്ചു. പലരുടെയും സ്ഥലങ്ങളും ഇതുമൂലം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും പൊതുവായി ആരും തന്നെ ഇതിനെ എതിർത്തിരുന്നില്ല. കുട്ടനാട്ടിലെ ആദ്യ റോഡായ AC റോഡിൻ്റെ പ്രാരംഭ ജോലികൾ ആരംഭിച്ചത് ആലപ്പുഴയിലെ കൈതവനയിൽ നിന്നുമായിരുന്നു. ഇന്ന് ഈ പ്രദേശം കളർകോട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ മുതൽ 0.6 മീറ്റർ മുകളിൽ വരെയാണ് കുട്ടനാടിൻ്റെ ഉയരം. സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാടിൽ റോഡ് നിർമ്മാണം ദുഷ്കരമായിരുന്നു. കുട്ടനാട്ടിലെ ചതുപ്പ് നിറഞ്ഞ മണ്ണ് ഒരു വശത്തു നിന്നും എടുത്ത് മറുവശത്തിട്ട് സമാന്തരമായി റോഡ് വെട്ടി ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കി പണി തുടങ്ങി. ആലപ്പുഴയിലെ കൈതവനയിൽ നിന്ന് തുടങ്ങിയ റോഡ് പണി മാമ്പുഴക്കരിക്ക് കിഴക്കുവശം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എത്തി. എന്നാൽ ഈ ദിശയിൽ മുൻപോട്ട് റോഡ് വെട്ടിയാൽ ചങ്ങനാശ്ശേരിക്ക് പകരം തിരുവല്ലയ്ക്കടുത്തുള്ള MC റോഡിലായിരിക്കും എത്തിച്ചേരുകയെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം അക്കാലത്ത് ഉപഗ്രഹ സർവേയോ മറ്റോ പുതിയ ടെക്നോളജികളോ ഒന്നും ഇല്ലാത്തത് മൂലം ഇതിനെക്കുറിച്ച് അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. തന്മൂലം മാമ്പുഴക്കരിയിൽ നിന്നും റോഡിൻ്റെ ദിശ അല്പം വടക്കോട്ട് മാറുകയും പെരുന്നയിൽ MC റോഡിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതുമൂലം AC റോഡിലുണ്ടായ പ്രധാന വളവാണ് കോരവളവ്. ഒരു വശത്തു നിന്നും ചെളിയെടുത്ത് മറുവശത്തിട്ടുണ്ടാക്കിയ റോഡിന് സമാന്തരമായി തെക്ക് വശത്തായി പുതിയൊരു നദി രൂപാന്തരം കൊണ്ടു. ഇതിന് പുതിയ ആർ എന്നർത്ഥം വരുന്ന പുത്തനാർ എന്നു പേരിട്ടു. AC റോഡിൽ ചങ്ങനാശ്ശേരിയിലെ മനക്കച്ചിറ മുതൽ ആലപ്പുഴയിലെ കൈതവന വരെ പുത്തനാർ റോഡിന് സമാന്തരമായിട്ടുണ്ട്. 1957 11 പാലങ്ങളുടെ പണി പൂർത്തിയാക്കി. AC റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നവകേരളത്തിലെ ആദ്യ റോഡുകളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ അപ്പോഴും 3 വലിയ പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിനും വളരെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മണിമലയാറ്റിന് മുകളിലോടുള്ള കിടങ്ങറ പാലം പൂർത്തിയാക്കിയത്. വീണ്ടും വളരെ വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ കടത്തിറങ്ങിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ പമ്പാ നദിക്ക് മുകളിലൂടെയുള്ള നെടുമുടിയിലെയും പള്ളാത്തുരുത്തിയിലെയും പാലങ്ങൾ പൂർത്തിയാക്കി ഒരേ ദിവസം തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. കുട്ടനാടിനെ നെടുകെ പിളർന്നുകൊണ്ട് ആദ്യമായി നിർമ്മിച്ച റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. AC റോഡിൻ്റെ വരവോടുകൂടി തുടക്കമിട്ട ഗതാഗത വിപ്ലവം കുട്ടനാടിനെയും ആലപ്പുഴയും ഒരുപോലെ പുരോഗതി കൈവരിക്കുന്നതിൽ സഹായിച്ച ഒന്നാണ്.
എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഈ റോഡിനെ നവീകരിക്കുവാൻ വേണ്ടി പുതിയ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുകയുണ്ടായി. നവീകരിക്കുന്ന റോഡിനും ഫ്ലൈ ഓവറിനും വാഹന ഗതാഗതത്തിന് 10 മീറ്റർ വീതിയുള്ള 2 വരി പാതയും ഇരുവശത്തും നടപ്പാതയും കൂടെ 13 മീറ്റർ മുതൽ 14 മീറ്റർ വരെ വീതിയും ഉണ്ടാവും. 20 കിലോമീറ്ററിൽ 3 തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. 2.9 കിലോമീറ്റർ BMBC മാത്രം ചെയ്ത് റോഡ് നിലനിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ 8.27 കിലോമീറ്റർ ജിയോ ടെക്സ്റ്റൈൽ ലെയർ കൊടുത്തുള്ള മെച്ചപ്പെടുത്തലും മൂന്നാമത്തെ 9 കിലോമീറ്ററിന് ജിയോ ഗ്രിഡും കയർ ഭൂവസ്ത്രത്താൽ എൻഗേജ് ചെയ്തിട്ടുള്ള സ്റ്റോൺ കോളവും ഉപയോഗിച്ചുള്ള മെച്ചപ്പെടുത്തലുമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും മൺസൂൺ സമയത്ത് റോഡിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഏറ്റവും താഴ്ന്ന 5 സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചു. ഫ്ലൈ ഓവറുകൾക്ക് 1.785 കിലോമീറ്റർ ആയിരുന്നു നീളം. കുറച്ച് ദൂരത്തിൽ മാത്രം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ നിലവിലുള്ള റോഡ് അധികം ഉയർത്താതെ തന്നെ റോഡിന് കുറുകെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി 9 സ്ഥലങ്ങളിൽ ക്രോസ് വേകൾ നൽകിയിട്ടുണ്ട്. ക്രോസ് വേകളുടെ ആകെ നീളം 400 മീറ്ററാണ്. AC റോഡിലെ ഫുട്പാത്ത് ഇല്ലാത്തതും വീതി കുറഞ്ഞതുമായ വലിയ പാലങ്ങളായ കിടങ്ങറ, നെടുമുടി, പള്ളാത്തുരുത്തി പാലങ്ങൾ പുതുക്കുകയും റോഡിൻ്റെ ഘടനയ്ക്കനുസൃതമായി ഇരുവശങ്ങളിലും നടപ്പാതകൾ ഉൾപ്പെടുത്തി വീതി കൂട്ടുകയും ചെയ്തുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. AC കനാലിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ നിലവിലുള്ള മുട്ടാർ ബോക്സ് കൾവർട്ടിനെ പൊളിച്ചു മാറ്റി പകരം കനാലിന് കുറുകെ 3.5 മീറ്റർ നീളത്തിലുള്ള സ്പാൻ ഉൾപ്പെടുന്ന ഒരു പാലവും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നിലവിലുള്ള 5 എലിവേറ്റഡ് ഹൈവേ കൂടാതെ പുതിയ 2 എണ്ണത്തിനും കൂടിയുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായ 13ഓളം പാലവും കൾവർട്ടുകളും സ്പാനുകളും വിപുലീകരിച്ച് പുനർനിർമ്മിക്കാനുള്ള തുകയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി 671.66 കോടി രൂപയാണ് ഇപ്പോൾ ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ പല സ്ഥലങ്ങളിലും തർക്കങ്ങളും കേസുകളും ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിൻ്റെ പണി മെല്ലെപ്പോക്കിന് കാരണമായിട്ടുണ്ട്. കാരണം എലിവേറ്റഡ് ഹൈവേ ആക്കുന്ന പ്രദേശങ്ങളിൽ താഴെയുള്ള വ്യാപാരികൾ നാട്ടുകാരും ഉയർത്തുന്ന എതിർപ്പാണ് പ്രധാന കാരണം. നിലവിലുള്ള എലിവേറ്റഡ് ഹൈവേക്കാളും നല്ലത് റോഡ് മുഴുവനായി എലിവേറ്റഡ് ഹൈവേ ആക്കുകയാണ് വേണ്ടത് എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതി നീളുന്നതനുസരിച്ച് ചെലവും ഉയരുവാൻ സാധ്യതയുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, അസർബൈജാൻ കമ്പനി എന്നിവ ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും എന്ന് കരുതുന്ന ഈ പദ്ധതിയുടെ മങ്കമ്പ് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. 4 എലിവേറ്റഡ് ഹൈവേ ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്നുണ്ട്. അതിൽ 2 എണ്ണത്തിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതിൽ ഒരെണ്ണത്തിൻ്റെ ഭാര ടെസ്റ്റുകൾ ഈ അടുത്തിടയ്ക്ക് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എലിവേറ്റഡ് ഹൈവേകൾ പൂർത്തിയാകുന്നതോടുകൂടി റോഡിൻ്റെ ഏകദേശ ഘടന കിട്ടുകയും പണികൾ എളുപ്പമാവുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ശേഷമുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പായും എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.